നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, കേരളത്തിൽ കോൺഗ്രസ് വളരെ സന്തോഷത്തിലാണ്. പക്ഷേ നമ്മൾ ദേശീയ തലത്തിൽ നോക്കിയാൽ അത്ര സുഖകരമല്ല പുറത്തു വരുന്ന വാർത്തകൾ. ഇപ്പോൾ ഗുജറാത്തിലും പഞ്ചാബിലും ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അധികാരപ്പെട്ടവർ പലരും രാജിവെക്കുകയും ചെയ്തു. ഗുജറാത്തിലെ കോൺഗ്രസ് അധ്യക്ഷൻ ശക്തി സിംഗ് ഗോഹിൽ രാജിവെച്ചു. ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത്. അതായത് 2 സ്ഥലത്ത് വിസാവർ, കടി മണ്ഡലങ്ങളിലെ പരാജയം, 2ഇടത്തും വോട്ട് നില വളരെ കുറവാണ്. മുൻ വർഷങ്ങളിലെ വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള സന്മനസ് അദ്ദേഹം കാണിച്ചുകൊണ്ട് രാജിവെച്ചു. പിന്നെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അവരുടെ മണ്ഡലം നിലനിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ അതിലും വോട്ട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ലുധിയാന വെസ്റ്റിലെ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ഭരത് ഭൂഷൺ അശു അദ്ദേഹം രാജിവെച്ചു. ആ സ്ഥാനം രാജിവെച്ചു. മാന്യതയുണ്ട്. പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുത്തു. വീണ്ടും പരീക്ഷിക്കാൻ നിന്നില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ CPM-ന് കനലൊരു തരി മതി എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ മാത്രമുള്ളൊരു തരി എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസും വന്ന് കേരളത്തിൽ മാത്രമുള്ള തരിയായി മാറുകയാണ്. ഇപ്പോൾ അല്ലാതെ ഹിമാചൽ പ്രദേശിലും മാത്രം, കർണാടകയിലും ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും ഒക്കെയാണ് സാന്നിധ്യമുള്ളത്. അപ്പോൾ ഇനി അതും വലിയ പ്രകടമായ സാന്നിധ്യം എന്ന് പറയാനില്ല. അപ്പോൾ കോൺഗ്രസും കേരളത്തിൽ മാത്രമായി ഒതുങ്ങുമോ? അല്ല, ഇനി കോൺഗ്രസിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് കേരളം മാത്രമാണെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നാഷണൽ ലെവലിൽ, അതായത് ദേശീയ തലത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസ് എടുക്കുന്ന ചില നിലപാടുകൾ കോൺഗ്രസിന് തിരിച്ചടിയാവുന്നുണ്ട്. ഇന്ത്യ ഇപ്പോൾ വലിയൊരു പോളറൈസേഷനിൽ നിൽക്കുന്ന, ഒരു ധ്രുവീകരണത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാരണം ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ, ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് സോണിയാഗാന്ധി ഈ കാര്യം കൃത്യമായി കൈകാര്യം ചെയ്തിരുന്ന കാലഘട്ടം വരെ, അതായത് 1ാം UPA സർക്കാർ, 2ാം UPA സർക്കാരിൻ്റെ ആ ഒരു ഭരണത്തിലേറുന്ന സമയം വരെ കൃത്യമായ രാഷ്ട്രീയ പ്ലാനുകൾ അല്ലെങ്കിൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. കോൺഗ്രസിനെ ഇപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എടുക്കേണ്ട പൊളിറ്റിക്കൽ നിലപാടുകൾ എന്താണ്, അതൊരു വേറെ പ്രത്യേകമായിട്ടുള്ള പൊളിറ്റിക്കൽ നിലപാട് എടുത്തുകൊണ്ടാണ് കോൺഗ്രസ് പോവുക. ഉത്തർപ്രദേശ് പോലുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവിടെ വേറൊരു പൊളിറ്റിക്കൽ നിലപാടെടുത്താണ് കോൺഗ്രസ് പോവുക. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വേറെ, അതായത് ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള പൊളിറ്റിക്കൽ നിലപാടെടുത്തായിരുന്നു കോൺഗ്രസ് പോവുക. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ പത്രങ്ങൾ മാത്രമല്ല ഉള്ളത്, ചാനലുകൾ മാത്രമല്ല ഉള്ളത്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു വലിയ കാര്യമുണ്ട്. കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളതും ഉത്തർപ്രദേശിൽ എന്ത് നടക്കുന്നു എന്നുള്ളതും ഒക്കെ സോഷ്യൽ മീഡിയ വഴി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ കൂടെ പച്ചക്കൊടി പിടിച്ച് നടക്കുന്നൊരു റാലി നേരെ ഉത്തർപ്രദേശിൽ എടുത്തു കൊണ്ടുപോയിട്ട് അത് പാകിസ്ഥാൻ്റെ കൊടിയാണ്. അവർക്കത് പാകിസ്ഥാൻ്റെ കൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്, കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിൽ പല നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള വലിയ ആക്ഷേപങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ CPM തന്നെ പറയുന്ന കാര്യം എന്താണെന്നറിയോ? CPM പറയുന്നത് കോൺഗ്രസ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദു പ്രീണനം നടത്തുന്നു എന്നാണ് പറയുന്നത്. അതായത് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന രാമജന്മഭൂമിയിൽ പോയിട്ട് രാമജന്മഭൂമി സന്ദർശനം നടത്തുന്നു. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ താഴികക്കുടം സമർപ്പിക്കുന്നു. അതിനെ ഒരു വലിയ രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. ഏറ്റവും കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് ഈ ഹിന്ദു വിഭാഗങ്ങളെ കാണാതെ പോയാൽ ഒരിക്കലും ഭരണത്തിലെത്താൻ കഴിയില്ല. അതാണ് അവസ്ഥ. കേരളത്തിൽ ഭരണം പിടിക്കണമെങ്കിൽ ഇവിടെ ഹിന്ദു വിഭാഗങ്ങളോട് അടുത്താൽ ഇവിടെ ഭരണം കിട്ടാത്ത അവസ്ഥയാണ്. കാരണം ആ രീതിയിൽ നമ്മുടെ പൊളിറ്റിക്സിനെ ഇവർ വിഭജിച്ച് വെച്ചിട്ടുണ്ട്. ആ വിഭജനത്തെ തന്ത്രപരമായി ഉപയോഗിക്കുകയാണ് BJP ചെയ്തത്. BJPക്ക് ഇവർ പണിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇതൊന്ന് സ്ട്രോങ് ആക്കുക എന്നുള്ള മാത്രമായിരുന്നു. അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴുന്നൊരവസ്ഥയപ്പോഴത്. ഇനി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ കർണാടകയിലാണ് കോൺഗ്രസിന് ഭരണമുള്ളത്. അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് 5 വർഷം മാറി മാറി വരുന്നൊരു രീതിയാണ് കർണാടകയിലുള്ളത്. കഴിഞ്ഞ തവണ തന്നെ ഭരണം പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, BJP മുഖ്യമന്ത്രിമാരുടെ നേതാക്കന്മാരുടെ അഴിമതി സഹിക്കവയ്യാതെ, അവരുടെ അഹങ്കാരം സഹിക്കവയ്യാതെയാണ് ജനങ്ങൾ അവരെ തായിറക്കിയത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അവിടെ എത്തിയപ്പോൾ അവിടെ വലിയ വർഗീയ പോളറൈസേഷൻ നടന്നു. പലതരത്തിലും ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന രീതി വന്നു. BJPയുടെ ചില ഹിന്ദു നേതാക്കന്മാരെയൊക്കെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഈ ക്രമസമാധാന നില വലിയ പ്രശ്നത്തിലാണ് ഇപ്പോൾ കർണാടകയിൽ. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഗുജറാത്തിലാണ് ഇപ്പം ദേശീയ തലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്, കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ദേശീയ തലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി പരിതാപകരമായി പോയി എന്നുള്ള. ഡൽഹി ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടുവെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിക്ക് കുറച്ച് പ്രതീക്ഷയ്ക്കൊക്കെ വക നൽകുന്ന ഫലങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന് പഞ്ചാബ്, ഒന്ന് ഗുജറാത്ത്. ഈ സംസ്ഥാനങ്ങളിലൊക്കെ ആം ആദ്മി പാർട്ടിയാണ് വിജയിച്ചിട്ടുള്ളത്.
ഗുജറാത്തിലെ ഖഡി മണ്ഡലം, അതുപോലെ തന്നെ വിസാവദാർ മണ്ഡലം, ഈ വിസവാർ മണ്ഡലമൊക്കെ ആ മണ്ഡലത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാലങ്ങളായി കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണത്. ഒന്നാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ്. ഏത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് മുന്നേ വരെ. ഇപ്പം ഈ പുതിയ അധ്യക്ഷൻ വന്നതിന് ശേഷം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും അവിടുത്തെ DCCയുടെ, അതായത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ജില്ലാ അധ്യക്ഷന്മാരെയൊക്കെ മാറ്റുകയും തദ്ദേശ തലത്തിൽ പുനഃസംഘടനയൊക്കെ സംഘടിപ്പിക്കുകയും മോദിയോട് പോരാടാൻ കോൺഗ്രസ് ഇതാ അടുത്ത ഇലക്ഷനിൽ ഞങ്ങൾ ഗുജറാത്ത് തിരിച്ചു പിടിക്കും എന്ന നിലയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആ കോൺഗ്രസ്സിനാണ് ഇത്രയും കനത്ത തിരിച്ചടി അവിടെ ഉണ്ടായിരിക്കുന്നത്. നോക്കണം, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ്റെ തൊട്ട് മുന്നിലത്തെ നിയമസഭാ ഇലക്ഷനിൽ BJPയും കോൺഗ്രസും ഇഞ്ചോടിഞ്ചായിരുന്നു. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ BJPക്ക് മൃഗീയമായ ഭൂരിപക്ഷത്തിലേക്ക് എത്തി. ഇപ്പം വിജയ് രൂപാണി, പിന്നെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണി ഇപ്പോൾ വിമാനാപകടത്തിൽ അന്തരിച്ച കാര്യം നമുക്കറിയാലോ. അദ്ദേഹം കഴിഞ്ഞതിന് ശേഷം ഭൂപേന്ദ്ര പട്ടേൽ ഇപ്പോൾ അധികാരത്തിൽ വന്നു. ഭൂപേന്ദ്ര പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വലിയ വികസനങ്ങളാണ് അവിടെ നടക്കുന്നത്. അതിനോട് കിടപിടിച്ച് നിൽക്കാൻ ആർക്ക് നിൽക്കുന്നില്ല? കോൺഗ്രസിന് പറ്റുന്നില്ല. ഇനി ഗുജറാത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഏത് സംസ്ഥാനത്തും ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും. അതിനെ ഫലപ്രദമായി പിന്നെ ആളുകളിലേക്ക് എത്തിക്കാനോ അതിൻ്റെ ഒരു എന്താണ് എതിർ കക്ഷി അല്ലെങ്കിൽ ഇതിന് ബദൽ ഞങ്ങളാണ് എന്ന് പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതിന് പകരം ആരാണ് അവിടെ ജനങ്ങൾ കാണുന്നത്? ആം ആദ്മി പാർട്ടിയാണ്. അല്ല, അത് കേരളത്തിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിരുന്നല്ലോ. അതെ, അതുകൊണ്ടാണല്ലോ LDF രണ്ടാമത് അധികാരത്തിൽ വന്നത്. വേറൊരു പാർട്ടി ഇല്ല. കാരണം മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. BJP പോലും ആ ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷനിലേക്ക് വന്നിട്ടില്ലായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആ സമയത്ത് LDFനെതിരെ ആരോപിക്കാൻ നിരവധി അഴിമതി കേസുകളും നിരവധി ആരോപണങ്ങളും ഉണ്ടായിരുന്ന സമയമാണ്. പക്ഷേ കോൺഗ്രസിന്, അതായത് UDFന് ഫലപ്രദമായി അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും സർക്കാരിനെതിരായ പ്രചരണം നടത്താനും കഴിയാത്തത് കൊണ്ടാണ് രണ്ടാം LDF സർക്കാർ നിലവിൽ വന്നത്. അതെ, പിന്നെ അത് മാത്രമല്ല, അതിൽ ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായിരുന്നു. അവർക്ക് ഒരു കിറ്റാണെങ്കിൽ ആ കിറ്റ് എത്രയും വലിയ ജീവൻ്റെ വിലയുള്ള കിറ്റായിരുന്നു. അത് പേടിച്ചരണ്ട് നിന്നൊരു സമയമായിരുന്നു. അപ്പം ഈ സർക്കാർ പെട്ടെന്ന് താഴെ പോകുന്നു, വേറൊരു സർക്കാർ വരുന്നു, അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് അറിയില്ല. ഇവർ പ്രചാരണം നടന്നു, പെൻഷൻ നിൽക്കും എന്നൊക്കെ പ്രചാരണമുണ്ട്. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും UDFന് അന്ന് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ അവിടെ കോൺഗ്രസിന് കൃത്യമായി പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അവിടെ ആൾട്ടർനേറ്റീവായി വളരുന്നത് ആരാണ്? ആം ആദ്മി പാർട്ടിയാണ്. ഇനി വിദൂര ഭാവിയിൽ ഗുജറാത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തുമെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയാണ് എന്ന് നിസ്സംശയം പറയുന്ന അവസ്ഥയിലേക്ക് പോയി. കാരണം കോൺഗ്രസ് ഗുജറാത്തിൽ നിന്ന് തുടച്ചു നിൽക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ ഇത്രയും വളരെ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് പോയത്. ഇനി പഞ്ചാബിലോട്ട് വന്നാൽ, പഞ്ചാബിലേക്ക് വരികയാണെങ്കിൽ അവിടെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമാണ്. അവിടെയാണ് ആം ആദ്മി പാർട്ടി കയറി എന്ത് ചെയ്യുന്നത്? അധികാരം പിടിക്കുന്നത്. അത് കോൺഗ്രസിനോടുള്ള ഭരണവിരുദ്ധ വികാരം കൊണ്ട് സംഭവിച്ചതാണ്. എന്നിട്ട് ഇത്രയും കാലമായിട്ട് ഭഗവന്ത് മാൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ അവിടെ വലിയ പ്രശ്നങ്ങളാണ് ആം ആദ്മി പാർട്ടി നടക്കുന്നത്. എന്താണെന്നറിയോ? ഈ ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളും ടീമുമാണ് ഇപ്പം പഞ്ചാബ് ഭരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം പുള്ളി തീരുമാനിക്കും അവിടെ എന്ത് നടക്കണം എന്നുള്ളത്. ഇയാൾ പാവ മുഖ്യമന്ത്രി എന്നാണ് ഭഗവന്ത് മാനെ പറ്റി പറയുന്നത്. ആ പാവ മുഖ്യമന്ത്രിയാണ് പുള്ളിയെന്നും അതുപോലെ തന്നെ അവിടെ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇപ്പോൾ അവിടെ നടന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനെതിരെ കൃത്യമായൊരു നിലപാട് പറയാനോ അതിനെതിരെ പ്രതികരിക്കാനോ അവിടുത്തെ കോൺഗ്രസിന് സാധിക്കുന്നില്ല. എന്നിട്ട് അവിടുത്തെ മണ്ഡലങ്ങളിലും എന്ത് സംഭവിച്ചു? ഈ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ അവിടുത്തെ വർക്കിംഗ് പ്രസിഡന്റിന് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കേണ്ടി വന്നു. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അവരൊക്കെ ആത്മാഭിമാനമുള്ള നേതാക്കന്മാരാണ്. കാരണം ഞാൻ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കുന്നില്ലല്ലോ, ഒഴിഞ്ഞു മാറി കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും വരട്ടെ എന്ന് കരുതി. കേരളത്തിലെ നേതാക്കന്മാരാണെങ്കിൽ അങ്ങനെയല്ല, ഇതെൻ്റെ കുറ്റമേ അല്ല എന്ന് പറയും. അങ്ങനെയാണല്ലോ. ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ കഴിയുന്ന സമയത്ത് പിണറായി വിജയനോട് പറഞ്ഞാൽ പിണറായി വിജയൻ പറയേ ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണ് പിണറായി വിജയൻ. അതുപോലെ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി പരിതാപകരമാണ്. BJPയെ നേരിടാൻ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ് ഇപ്പോൾ സ്വയം ഈ വാനിഷ് ആകുന്ന അവസ്ഥയിലേക്ക് BJP പറഞ്ഞതുപോലെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന നിലയിലേക്ക് പോകാൻ അധികം സമയമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ചില വിവരക്കേടുകൾ, അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ധൂറുമായൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ, ഈ ദേശീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക്, നമ്മുടെ രാജ്യമെന്ന ആത്മാഭിമാന ബോധത്തിൽ നിൽക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് ഈ മനുഷ്യൻ ചെന്ന് കയറിയിട്ട് നിങ്ങൾ വെടിവെച്ചിട്ടുണ്ടോ, നിങ്ങൾ വെടിവെച്ചിട്ടില്ല, അവിടെ ആരെയും
പിന്നെ കൊന്നിട്ടില്ല എന്നൊക്കെത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ്റെ പിന്നെ പ്രമുഖ പാർലമെൻറ്റിൽ വരെ ഇത് ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ചർച്ചയാകുന്ന വിധത്തിലേക്ക് വന്നിട്ട് എന്ത് മണ്ടത്തരമാണ് ഇയാൾ വിളിച്ചു പറയുന്നതെന്ന നിലയിലേക്ക് വരുന്നുണ്ട്. അതായത് മോദിയെ എതിർക്കാൻ വേണ്ടി, BJP ഗവൺമെന്റിനെ എതിർക്കാൻ വേണ്ടി പറയുന്നത് പലതും രാജ്യവിരുദ്ധതയായി മാറിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അതായത് കാശ്മീർ വിഷയത്തിൽ അതെ, ഇപ്പോഴത്തെ ഈ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ അല്ല, കാശ്മീരിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ പോലും BJPയുടെ നിലപാടുകളെ എതിർക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ അത് തികച്ചും രാജ്യവിരുദ്ധതയായി മാറുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിനെ പലപ്പോഴും പപ്പു എന്നുള്ളൊരു വിളിപ്പേരുണ്ട്. പക്ഷേ ഞാൻ ആ പേരോട് ഒരിക്കലും യോജിക്കാത്ത ആളാണ്. ഒരു രാഷ്ട്രീയ നേതാവിനെയും അങ്ങനെ അപഹസിക്കരുതെന്ന് വിചാരിക്കുന്ന ആളാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുന്നു. ഈ അമേരിക്കയിൽ പോയിട്ട് നമ്മൾ മറ്റൊരു വിദേശ രാജ്യത്ത് പോയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ നല്ലത് മാത്രം, അതായത് പോസിറ്റിവിറ്റിയാണ് പറയാൻ ശ്രമിക്കേണ്ടത്. പക്ഷേ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയിട്ടും എന്താണ് ഞങ്ങളുടെ രാജ്യത്ത് ഭയങ്കര പ്രശ്നമാണ്, ഞങ്ങളുടെ രാജ്യം ഭയങ്കര മോശമാണ് എന്നുള്ള നിലയിൽ പ്രസംഗിച്ചു അവിടെ പോയിട്ട് കുട്ടികൾക്ക് മുമ്പിൽ. ഇതൊക്കെ തന്നെ രാഹുൽ ഗാന്ധിക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും. കേരളത്തിലൊക്കെ രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല, അത് കോൺഗ്രസിനെയാണ്. അതെ, ആ കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനമുണ്ട്, ആ പ്രസ്ഥാനത്തെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും നന്നാവുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം.